ഓട്ടോയുടെ നമ്പർ മഹിക്ക് അറിയില്ല അല്ലേ? അറിയില്ല സർ, ഞാനത് ശ്രദ്ധിച്ചില്ല. അതൊക്കെ ശ്രദ്ധിക്കണ്ടേ മഹി? ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ കരുതിയില്ലോ സർ. പക്ഷേ ആ ഡ്രൈവർ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അത് ഞാൻ പറയാം സർ. ശരി, പറ. നീണ്ട താടിയുള്ള, മുടി നീട്ടി വളർത്തിയ ഒരാളാണ് സർ. നീട്ടി വളർത്തിയ മുടിയും താടിയൊക്കെ ഇപ്പൊ എല്ലാവർക്കും ഉണ്ട്. പിന്നെ മൂക്കിന്റെ നടുക്ക് ഒരു റിങ് ഇട്ടിട്ടുണ്ട്. കഴുത്തിലൊരു തലയോട്ടി മാലയുണ്ട്. കേട്ടിട്ട് തന്നെ പേടിയാവുന്നല്ലോ. ഇങ്ങനെ ഒരുത്തന്റെ കൂടെയാണോ ഭാര്യയെ കയറ്റിവിട്ടത്? ഇപ്പൊ പൊതുവെ എല്ലാരും ഇങ്ങനെ തന്നെയാണെന്ന് സാർ തന്നെയല്ലേ ഇപ്പൊ പറഞ്ഞത്? ഇത്രയും നേരം ഞങ്ങൾ ആ ഓട്ടോ ഡ്രൈവറെ തെരഞ്ഞു നടക്കുകയായിരുന്നു. ഒരു വിവരം കിട്ടിയില്ല. താൻ വിഷമിക്കണ്ട, നമുക്ക് അന്വേഷിക്കാം. മോൾക്ക് കഴിക്കാൻ എന്തെങ്കിലും വേണോ? വിശക്കുന്നുണ്ടോ? വേണ്ട അച്ഛാ, എനിക്ക് ഗംഗയും ഫ്രീക്കയും കണ്ടാ മതി. മോള് വിഷമിക്കണ്ട, നമുക്ക് എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കാം. ഒരു മിനിറ്റ് സർ. മോക്ക് വിശക്കുന്നെങ്കിൽ അച്ഛൻ എന്തെങ്കിലും വാങ്ങിച്ചോണ്ട് തരാം. ഹലോ രാഹുലി, നീ എവിടെയാ? എന്തായി കാര്യങ്ങള്? ഞാൻ മഹിയുടെയും പോലീസുകാരുടെയും കൂടെയുണ്ട്. നീ അവരുടെ പിറകെ വെറുതെ നടന്നിട്ട് എന്താ കാര്യം? അവരന്വേഷിച്ച് അവസാനം ഗംഗയെ കണ്ടെത്തും, നിന്നെ അറസ്റ്റും ചെയ്യും. അതോടെ നമ്മളും കുടുങ്ങും. നീ ഇതെന്തൊക്കെയാ പറയുന്നത്? ഞാൻ ഇവിടെ ഒരു അഡ്ജസ്റ്റ്മെന്റിലാണ് നിൽക്കുന്നത്. എനിക്ക് എല്ലാം കൂടി വിളിച്ച് പറയാൻ പറ്റാത്തൊരു സിറ്റുവേഷനില്ല. നീ ഒന്നും പറയണ്ട, ഞാൻ പറയുന്നൊന്നും മനസ്സിലാക്കിയാൽ മാത്രം മതി. എന്ത് മനസ്സിലാക്കാൻ? രാഹുൽ, അവരുടെ കൂടെ വെറുതെ നടന്നിട്ട് ഒരു കാര്യവും ഇല്ല. ഒരു കാരണവശാലും അവര് ഗംഗയുടെ അടുത്ത് എത്തരുത്. അതിന് വേണ്ടത് എന്തെങ്കിലും ചെയ്യണം. അവരുടെ വഴി തിരിച്ചു വിടണം. ആ ശരി, അതെല്ലാം ഞാൻ ചെയ്തോളാം. അതിന് തന്നെയാണ് ഞാൻ ശ്രമിക്കുന്നത്. ശ്രമിച്ചാ പോരാ, അത് നടക്കണം. ഓക്കേ ശരി, ഞാൻ ഏറ്റു. ഓക്കെ. നമ്മളിനി എന്ത് ചെയ്യും ഫ്രീക്ക്? ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കില്ല. അച്ഛാ,
ഇവിടെ നിന്ന ഗംഗയെ ഇങ്ങനെ കണ്ടുപിടിക്കും? പോയി ഗംഗയെ നോക്കാന്ന് പറയച്ചാ. നമുക്ക് അന്വേഷിക്കാം. മോള് വിഷമിക്കാതെ. ആ കൊച്ചിനെ അവിടെ നിന്ന് മാറ്റി. ശരി, സാർ. എനിക്ക് ഇവരോട് കുറച്ച് സംസാരിക്കാം. ഓക്കെ സാർ. മോളിങ് വന്നേ. ചെല്ലു. നിങ്ങളിരിക്കൂ. കൃഷ്ണ, മോളെ ഒന്ന് നോക്കിക്കോളണേ. ശരി. ആ, അതെ, എന്തെങ്കിലും ആവശ്യം പറഞ്ഞാൽ ചെയ്തു കൊടുക്കണേ. മഹി, നിങ്ങൾ പറയുന്നതൊന്നും തമ്മിൽ പൊരുത്തപ്പെടുന്നില്ലല്ലോ. സാർ, അതൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. നഷ്ടപ്പെടുന്ന ഓരോ നിമിഷവും വിലപ്പെട്ടതാ. ആദ്യം നമുക്ക് ഗംഗയെ കണ്ടെത്താം. ഗംഗയെ കണ്ടെത്തണമെങ്കിൽ ആദ്യം ഗംഗ എവിടെ ഉണ്ടെന്ന് മഹി പറയണം. ഗംഗ എവിടെ ഉണ്ടെന്ന് അറിയാമെങ്കിൽ ഞാൻ എന്തിനാ സാർ പോലീസ് സ്റ്റേഷനിൽ പരാതിയുമായിട്ട് വരുന്നത്? അതൊക്കെയാണല്ലോ തന്റെയൊക്കെ അതിബുദ്ധി. ആദ്യ ഭാര്യയെ തെളിവില്ലാതെ തട്ടിക്കളഞ്ഞ എക്സ്പീരിയൻസ് വെച്ചാണോ രണ്ടാമത്തെ ആളെയും ശരിയാക്കിയത്? സാർ, അനാവശ്യം പറയരുത്. ഒരു കൊലപാതകം നടത്തി പിടിക്കപ്പെടാതെ വരുമ്പോ കോൺഫിഡൻസ് കൂടും. അങ്ങനെയാണ് വീണ്ടും വീണ്ടും അത് ആവർത്തിക്കാനുള്ള ത്വരയുണ്ടാവുന്നത്. പുറമെ മാന്യന്മാരായി നടക്കുന്നവരാണ് പല സീരിയൽ കില്ലേഴ്സും. താനൊക്കെ അങ്ങനെയാണോന്ന് ആർക്കറിയാം? മതിയായി സാർ. ഞാൻ നിങ്ങളുടെയൊക്കെ സഹായം ചോദിച്ച് ഇവിടേക്ക് വന്നതാണ് തെറ്റായിപ്പോയത്. ഒരിക്കലും ഞാനത് ചെയ്യാൻ പാടില്ലായിരുന്നു. എന്റെ ഭാര്യയെ ഞാൻ തന്നെ അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നതായിരുന്നു നല്ലത്. ഓരോരുത്തർക്കും അങ്ങനെ സ്വന്തമായി ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ പിന്നെ ഞങ്ങളൊക്കെ എന്തിനാടോ ഇവിടെ? ഉണ്ടായതുകൊണ്ട് ആർക്കും പ്രയോജനമൊന്നുമില്ലല്ലോ. ഞങ്ങളുടെയൊക്കെ നികുതി പണം കൊണ്ടാണ് സാർ ഇങ്ങനെ ഒരു ഡിപ്പാർട്ട്മെന്റും സിസ്റ്റവും ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. അത് മറക്കരുത്. അതുകൊണ്ട് താൻ പറയുന്നതെല്ലാം ഞങ്ങൾ അനുസരിക്കണോ? സാർ, ഗംഗയുടെ കയ്യിൽ ഫോൺ ഉണ്ടായിരുന്നു. അവളെ കാണാതായതിനു ശേഷം കുറെ കഴിഞ്ഞാണ് അത് ഓഫായിട്ടുള്ളത്. അപ്പൊ ലാസ്റ്റ് ലൊക്കേഷൻ കണ്ടുപിടിച്ച ഏത് ഭാഗത്താണ് ഗംഗ ഉള്ളതെന്ന് അറിയാൻ കഴിയില്ലേ? എടോ, താൻ ഞങ്ങളെ ഇൻവെസ്റ്റിഗേഷൻ ഒന്നും പഠിപ്പിക്കണ്ട. ഞങ്ങൾക്കറിയാം എന്താ വേണ്ടെന്ന്. ശരി സാർ, എന്നാ നിങ്ങൾ എന്തെങ്കിലും ചെയ്യേ. ഞാൻ എന്റേതായ രീതിയിൽ എന്റെ ഭാര്യയെ കണ്ടുപിടിച്ചോളാം. മഹി ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിയാൽ ശരിയാവില്ല. എങ്ങനെയെങ്കിലും മഹിയെ തടഞ്ഞേ പറ്റൂ. നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള പണി വാക്കിന് വ്യവസ്ഥയില്ലാത്ത നാറിയ രാഷ്ട്രീയക്കാർക്ക് വേണ്ടിയുള്ള അടുക്കള പണിയാണ്. അവര് തരുന്ന നക്കാപ്പിച്ചിയും തിന്ന് ഇവിടെ പരാതിയുമായിട്ട് വരുന്നവരെ പിടിച്ച് പ്രതിയാക്കാനൊക്കെ നിങ്ങളെ കൊണ്ട് പറ്റൂ. കുറച്ചെങ്കിലും ഉളുപ്പ് കാണും. ഞങ്ങൾ പോകുന്നു. വാ രാഹുൽ. താൻ ഞങ്ങളെ കളിയാക്കുന്നോ?
രാഹുൽ, പോലീസ് സ്റ്റേഷനിൽ കയറി പോലീസുകാരെ കൈയേറ്റം ചെയ്യണോ? പിടിച്ചാതൊരു രണ്ടിന് ഏയ്, സാർ, ഏയ്, സാർ, എന്തീ കാണിക്കുന്നത്? സാർ, ഏയ്, സാർ, എന്റെ കുഞ്ഞ്. സാർ, 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 എന്താ ഇത്? സാർ, എന്തീ കാണിക്കുന്നത്? ഞാൻ തീർത്തുതരാം. സാർ, സാർ, ഞാൻ പോലീസുകാരെ കൈയേറ്റം ചെയ്യണേ. സാർ, നടക്കണം. ഏയ്, കേറ്. നിങ്ങൾ എന്തീ കാണിക്കുന്നത്? ഏയ്, കേറാ അങ്ങോട്ട്. മാളു, സാറിന്റെ മോള്. മാളു, മോളെ, വിഷമിക്കണ്ട മോളെ. സാറിന്റെ മോള്. മാളു, മോളെ, മോളെ. മിണ്ടാതിരിയെടാ അവിടെ. മാളു, നീ എടുക്കടാ ഫോൺ. സാർ, നീ ഇപ്പൊ ആരെയും വിളിക്കുന്നില്ല. കുട്ടിയോടെ എടുത്തോ. മോളെ. മോളെ. നമുക്ക് ഗംഗയും ഫ്രീക്കയും കണ്ടുപിടിക്കണ്ടേ? ഇനി എന്താ വെച്ചാ ചെയ്യാ? മോളെ, മോള് വിഷമിക്കണ്ട. നമുക്ക് പെട്ടെന്ന് തന്നെ ഗംഗയെ കണ്ടെത്താം. മോളിപ്പോ അവിടെ ചെന്നിരിക്കേ. ഇനി ഇവിടുന്ന് പെട്ടെന്നൊന്നും പുറത്തിറങ്ങാൻ പറ്റില്ല മഹി. ഡ്യൂട്ടിയിലുള്ള പോലീസുകാരെ കൈകാര്യം ചെയ്താൽ കുറച്ചു നാൾ അകത്ത് തന്നെ കിടക്കേണ്ടി വരും. ഇനി നമ്മൾ പുറത്തിറങ്ങുന്നത് ഗംഗയുടെ മരണാനന്തര ചടങ്ങിനായിരിക്കും. മോളെ, അച്ഛൻ പറയുന്നൊന്നും കേക്ക്. മോൾ അവിടെ ചെന്നിരിക്കേ. ശരി.
പതിയെ നീറുന്നു ആരാരോ. പൊരുൾകൾ തേരോടും നെഞ്ചാകെ ഭീതിതൻ ചുരുളുകൾ വേരോടും എന്താ ഫ്രീക്ക്, നിനക്ക് വിശക്കുന്നുണ്ടോ? വിധിയായി കൂടെ മഹിക്ക് ഫോൺ കിട്ടിയാൽ ശരിയാവില്ല. അത് തടയണം. ഗംഗ മരിക്കും വരെ മഹി ഇതിനകത്ത് തന്നെ കിടന്നേ പറ്റൂ.